ഹലോ വെൽക്കം ടോക്സ് ആണ് നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ CSK vs DC CSK തങ്ങളുടെ ആദ്യ വിജയം സീസണിലെ 2026 ഫസ്റ്റ് വിജയം കേട്ടോ. ചെക്ക് പോക്കിൽ ഡൽഹിക്കെതിരെ 23 റൺസിനായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത് ചെന്നൈ 222 റൺസ് എടുത്തു. അപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ഡൽഹിക്ക് 189 റൺസ് എടുക്കാൻ സാധിച്ചുള്ള ഒരു ഓൾ ഔട്ട് ആവുക ഉണ്ടായത്. അങ്ങനെ സഞ്ജു സാംസണിൻ്റെ സെഞ്ചുറി കരുത്തിൽ ചെന്നൈക്ക് ആദ്യത്തെ വിജയം ചെക്ക് പോക്കിൽ. എന്തായാലും ഈ സീസൺ നല്ല സ്റ്റാർട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ലായിരുന്നു. നമ്മൾ 3 തോറ്റു, വിജയ വഴിയിൽ തിരിച്ചെത്തി, ഒരു വിജയം കിട്ടിയിട്ടുണ്ട്. എന്നാലും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയാനുള്ളൂ. കാരണം ബോളിങ് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ആവേണ്ടതുണ്ട്. ഈ ബോളിങ് വെച്ചിട്ട് കുറച്ച് കളികൾ ജയിക്കായിരിക്കും, പക്ഷെ ഒരിക്കലും നമുക്കൊരു പ്ലേ ഓഫിലോട്ടോ കിരീടത്തിലോട്ടോ ഒന്നും എത്താൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ മൊത്തം കളിയെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം. ചെയ്പ്പോക്ക് പണ്ടത്തെ ചെയ്പ്പോക്കൊന്നുമല്ല, ഇപ്പോൾ നല്ല രീതിക്ക് റൺസ് വരുന്നുണ്ട്. അപ്പോൾ ആ ടോസ് കിട്ടിയിട്ട് ചേസിങ് എടുക്കാൻ തന്നെയാണ് ടീമുകൾക്ക് താല്പര്യം. പണ്ടൊക്കെയാണെങ്കിൽ ഫസ്റ്റ് ബാറ്റിംഗ് ആയിരുന്നു, ഇപ്പോൾ ചേസിങ് ആണ്. ഡൽഹിക്ക് ടോസ് കിട്ടി, ഡൽഹി ചേസിങ് ചൂസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ബാറ്റിംഗ് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് ചേഞ്ച് ഉണ്ടായിരുന്നു, ബ്രിവിസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഹെൻറി പുറത്തായിരുന്നു. പ്രശാന്ത് വീർ കഴിഞ്ഞ കളി നന്നായി കളിച്ചു, പക്ഷെ അദ്ദേഹം പുറത്തായിരുന്നു. അപ്പോൾ ചെന്നൈയിൽ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ബ്രിവിസ് തിരിച്ചെത്തി എന്നുള്ളതാണ്. അദ്ദേഹം ഫുൾ ഫിറ്റ് ആയിരുന്നു. ബാറ്റിങ്ങിന് ഇറങ്ങേണ്ടി വന്നില്ലെങ്കിലും ഫീൽഡിൽ അത്യാവശ്യം ക്യാച്ചുകളൊക്കെ പിടിച്ച്. അതുപോലെ ബൗളിങ്ങിൽ ഹെൻറി ഇല്ലായിരുന്നു. അതുപോലെ പ്രശാന്ത് വീറിന് കഴിഞ്ഞ കളി അത്യാവശ്യം കളിച്ചാണ്, പിന്നെ എന്തിനാ മാറ്റിയെന്ന് അറിയില്ല. അപ്പോൾ ഇതായിരുന്നു 2 ചേഞ്ചസ്. അതുപോലെ ഗുർജപ്നീത്ത് എന്ന് പറയുന്നൊരു ബോളറും ചെന്നൈക്ക് വേണ്ടി ഇന്ന് അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. ഡൽഹിയിലോട്ട് വരുമ്പോൾ നിതീഷ് റാണ 3 കളിയായിട്ട് ഒന്നും ചെയ്യണില്ലല്ലോ. അപ്പോൾ നിതീഷ് റാണനെ മാറ്റി. പകരം ഒരു ബാറ്റർ അവിടെ ഉണ്ടായിരുന്നില്ല. പകരം 5 ബോളേഴ്സ് 6 ബോളേഴ്സായിട്ടാണ് ഇന്ന് സത്യം പറഞ്ഞാൽ ഡൽഹി ഇറങ്ങിയത്. അതിൽ തന്നെ നടരാജൻ, അക്യുബ് നബി ഉണ്ടായിരുന്നു, നടരാജൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇൻഗീഡി ഉണ്ടായിരുന്നു, മുകേഷ് കുമാർ ഉണ്ടായിരുന്നു, അക്ഷർ പട്ടേൽ ഉണ്ടായിരുന്നു, കുൽദീപ് യാദവ് ഉണ്ടായിരുന്നു. അങ്ങനെ 6 ബോളിംഗ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഡൽഹിക്ക്. അതുപോലെ ഒരു ബാറ്റർ കുറവായിരുന്നു. എന്താണ് അങ്ങനെ ഇറങ്ങിയത് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് ചെന്നൈക്കായിരുന്നു. നല്ല കിടിലൻ സ്റ്റാർട്ട്. സഞ്ജു സാംസൺ ഇങ്ങനെ പതിവ് ശൈലിയിൽ നിന്ന് മാറിയിട്ട് ഫോറുകൾ കൂടുതലായിട്ട് ഗ്യാപ്സുകൾ കണ്ടെത്തി നല്ല രീതിക്ക് ഫോറുകൾ അടിച്ച് കളിക്കുകയായിരുന്നു. മറുഭാഗത്ത് ഋതുരാജ് കേൾക്കാൻ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. 100 സ്ട്രൈക്ക് റേറ്റ് പോലും മെറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നിരാശാജനകമായ ഇന്നിങ്സ്. പക്ഷെ അങ്ങനെ ഒരു ബാറ്റർ അപ്പുറത്ത് സ്ട്രഗിൾ ചെയ്യുമ്പോൾ പോലും സഞ്ജു സാംസൺ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട്, അതായത് സ്കോറിങ്ങിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒറ്റയ്ക്ക് ആ ടീമിനെ പവർ പ്ലേ കടത്തി എന്നുള്ളതാണ്. പവർ പ്ലേയിൽ 60 റൺസ് ഉണ്ടായിരുന്നു ചെന്നൈക്ക്. ഒരു മാന്യമായ പവർ പ്ലേ സ്കോർ ഉണ്ടായിരുന്നു സഞ്ജു സാംസണിൻ്റെ മികവുകൊണ്ടാണ്. നമ്മൾ മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 കളി സഞ്ജു സാംസൺ ഫോം ഔട്ടാണെങ്കിലും പ്രശ്നമില്ല, അദ്ദേഹം തിരിച്ചു വരുമെന്നുള്ളത്. നല്ലൊരു കലക്കൻ ഇന്നിങ്സ് തന്നെയായിരുന്നു. സഞ്ജുവിൽ ആ ഒരു കോൺഫിഡൻസ് ഇന്നുണ്ടായിരുന്നു. ഓരോ ഷോട്ടിനും ആ ഷോട്ട് അർഹിക്കുന്ന, അല്ലെങ്കിൽ ആ പന്ത് അർഹിക്കുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ ഷോട്ടും അദ്ദേഹം കളിച്ചത്. ആ വാരി വലിച്ചുള്ള അടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ബൗണ്ടറീസിലൂടെ, ഗ്യാപ്സ് കണ്ടെത്തിയുള്ള ബൗണ്ടറീസിലൂടെയായിരുന്നു. വലിയ വലിയ മാനമുട്ട ഷോട്ടുകൾ കുറവായിരുന്നു. പിന്നീട് ഋതുരാജ് കേക്ക് അത് പുറത്ത് ഔട്ടായിട്ട് പിന്നീട് ആയുഷ് മാത്രമേ വരുമ്പോൾ സ്കോർ അത്യാവശ്യം സെറ്റായിരുന്നു. പിന്നീട് അവർ രണ്ടുപേരുടെ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. ചെന്നൈയുടെ ഇന്നിങ്സിലെ നട്ടൽ എന്ന് പറയുന്നതായിരുന്നു. രണ്ടുപേരും കൂടി വലിയ റിസ്ക്കിനൊന്നും മുതിരാതെ നല്ല രീതിക്ക് തന്നെ സ്കോർ മുന്നോട്ട് പോയി. അതിനിടയിൽ സഞ്ജു സാംസൺ തൻ്റെ അർദ്ധ സെഞ്ചുറി കടന്നു. അതിനുശേഷം ഒരു ചാൻസ്, അക്ഷർ പട്ടേലിൻ്റെ ഓവറിൽ ഒരു ക്യാച്ച് പത്തും നിസംഗ ഡ്രോപ്പ് ചെയ്തു. വളരെ ഈസി ആയൊരു ക്യാച്ച് അദ്ദേഹം ഡ്രോപ്പ് ചെയ്തു. സഞ്ജു സാംസൺ ലൈഫ് കിട്ടുന്നു. അതിന് തൊട്ട് മുന്നേ തന്നെ നമ്മുടെ ആയുഷ് മാത്രേ മിഡ് ഓഫിലേക്ക് അടിച്ചൊരു പന്ത് റിസ്വി കളക്ട് ചെയ്തിട്ട് നമ്മുടെ KL രാഹുലിന് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അത് റിസീവ് ചെയ്തത് അല്പം തെറ്റായ രീതിയിലായി പോയി, അല്ലെങ്കിൽ ആയുഷ് മാത്രമേ റണ്ണൗട്ട് ആവേണ്ടതായിരുന്നു. അങ്ങനെ ഡൽഹിയുടെ ഫീൽഡിങ്ങിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. 2 റണ്ണൗട്ട് ചാൻസ്, 2 ക്യാച്ച്, അങ്ങനെ മൊത്തത്തിൽ മിസ്റ്റേക്കുകൾ ഒരുപാട് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആ ഒരു അഡ്വാൻറ്റേജ് ചെന്നൈക്കുന്നുണ്ടായിരുന്നു. സാധാരണ ചെന്നൈയുടെ ഭാഗത്തുനിന്നാണ് ഇത്തരത്തിൽ മിസ്റ്റേക്കുകളൊക്കെ വരാറുണ്ട്, ഡൽഹിയുടെ ഭാഗത്തുനിന്നായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്തരം മിസ്റ്റേക്കുകൾ വന്നതോടുകൂടി സഞ്ജു സാംസൺ ആയുഷ് മാത്രയും കുറച്ചുകൂടി കോൺഫിഡൻസ് ആയി. 2 പേരും കട്ടകട്ടാന്ന് ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. റൺസ് നല്ല രീതിക്ക് കയറാൻ തുടങ്ങി. 10ന് മുകളിൽ റൺ റേറ്റിൽ നല്ല രീതിക്ക് റൺസ് വരാൻ തുടങ്ങി. അങ്ങനെ നല്ലൊരു പാർട്ട്ണർഷിപ്പ്, 2 പേരും കൂടിയിട്ട് ഏകദേശം 100 റൺസിൻ്റെ അടുത്ത് വരുന്നൊരു പാർട്ട്ണർഷിപ്പ് അവിടെ ബിൽഡ് ചെയ്യുന്നു. അവസാനത്തെ ഓവറുകളിൽ ആയുഷ് മാത്രം അതിനെ പിൻവലിക്കുകയാണ്. ആയുഷ് മാത്രം റിട്ടയർഡ് ഔട്ട് ആവുകയാണ്. അതിന് കാര്യം ഉണ്ടായിരുന്നില്ല. സെറ്റായി നിൽക്കുന്ന ബാറ്റ്സ്മാൻ ആയിരുന്നു. അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉള്ളതിനായിട്ട് വെറുതെ അദ്ദേഹത്തിന് തിരിച്ചു വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പകരം ദൂബെ 10 ബോളിൽ 20 റൺസ് എടുക്കുന്നു. അതിൻ്റെ ഇടയിൽ സഞ്ജു സാംസൺ തൻ്റെ 4ാമത്തെ IPL സെഞ്ചുറി. ഈ 4 IPL സെഞ്ചുറി വന്നേക്കുന്നത് ഒക്കെ ആ IPL എഡിഷനിലെ ഫസ്റ്റ് സെഞ്ചുറി ആയിട്ടാണ്. അപ്പോൾ ആ ഒരു റെക്കോർഡും സഞ്ജു സാംസൺ സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ്. അതുപോലെ T20യിൽ 400 സിക്സസ്, അതുപോലെ 4700+ റൺസ്. എന്തായാലും സഞ്ജു സാംസണെ പോലത്തെ ഒരു പ്ലെയർ ഒരിക്കലും നമ്മൾ 1-2 ഇന്നിങ്സ് വെച്ച് ഒരിക്കലും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യില്ല, എസ്പെഷ്യലി IPL. പക്ഷെ എന്നാൽ പോലും ആദ്യത്തെ 3 ഇന്നിങ്സുകളിൽ അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫീൽഡിൽ ആക്റ്റീവ് ആയിരുന്നില്ല.
ഭയങ്കര ഒരു ഡെസ്പായിട്ടുള്ളൊരു മുഖഭാവം ബോഡി ലാംഗ്വേജ് ഒക്കെ ആയിരുന്നു. അതിനൊക്കെ മാറി കുറച്ചുകൂടി കോൺഫിഡൻസോടുകൂടി അദ്ദേഹം ഒന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഇതുവരെ കഴിഞ്ഞ T20 വേൾഡ് കപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടാത്തൊരു സെഞ്ചുറി ഇന്ന് അദ്ദേഹം നേടിയെടുക്കുകയുണ്ടായി. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യം. അപ്പോൾ എന്നാൽ പോലും 212 എന്ന് പറയുന്ന സ്കോറ് ചെന്നൈ ബോളർമാരാണ് അടിക്കുന്നത്. കാരണം ഈ ഒരു പിച്ചിൽ നല്ല രീതിക്ക് റൺസ് വരും, നമുക്ക് ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന മനസ്സിലായതാണ്. സെക്കൻഡ് ബാറ്റിങ്ങിൽ ഡ്യൂ അഡ്വാൻറ്റേജ് കൂടി ഉള്ളപ്പോൾ ഡൽഹിക്ക് ചേസ് ചെയ്യാൻ പറ്റുന്നൊരു സ്കോറാണ്. പക്ഷേ ചെന്നൈ ബോളർമാർ നല്ല രീതിക്ക് തന്നെ പന്ത് എറിഞ്ഞു എന്നുള്ളതാണ്. റൺസൊക്കെ വിട്ടു കൊടുക്കുന്നുണ്ടായിരുന്നു, മോശം ബോളുകൾ ഒരുപാട് വന്നു. കലിയിലൊക്കെ മോശം ഓവറായിരുന്നു. സ്റ്റാർട്ടിങ് തന്നെ അക്കീൽ ഹുസൈനെ വെച്ചിട്ടാണ് തുടങ്ങിയത്. അക്കീൽ ഹുസൈൻ ആയിരുന്നു നമ്മുടെ ഇമ്പാക്ട് പ്ലെയർ. അക്കീൽ ഹുസൈൻ ഫസ്റ്റ് ബോൾ തന്നെ നോ ബോളായിരുന്നു. ആ ഓവർ 2 നോ ബോൾ വന്നു. പിന്നീട് പവർ പ്ലേയിൽ നല്ല രീതിക്ക് 10 മിനിറ്റ്സെങ്കിലും KL രാഹുലും സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു. പവർ പ്ലേ അത്യാവശ്യം ചെന്നൈയേക്കാളും മുകളിൽ പവർ പ്ലേ സ്കോർ വന്നെങ്കിൽ പോലും പക്ഷെ പവർ പ്ലേയുടെ ലാസ്റ്റ് ഓവറിൽ അൻഷുൽ കാംബോജ് വന്നിട്ട് KL രാഹുലിനെ മടക്കുന്നു. KL രാഹുൽ ഒട്ടും ഒരു KL രാഹുൽ ഒരു സുഖത്തിലല്ല എന്ന് കളിച്ചതെന്ന് തോന്നുന്നു. കാരണം KL രാഹുലിൻ്റെ ഒരു സ്ഥിരം ശൈലിയിൽ അദ്ദേഹം ബൗണ്ടറി ഒന്നും അടിക്കുന്നത് കണ്ടില്ലെന്ന്. അപ്പോൾ KL രാഹുൽ പുറത്തായി. അതേ ഓവറിൽ തന്നെ നിസംഗയും പുറത്താവുന്നു. ഡൽഹി ഒന്ന് സ്ട്രഗിൾ ആവുന്നു, ഒന്ന് പിന്നോട്ട് വലിയുന്നൊരു കാഴ്ച. പിന്നീട് തൊട്ടടുത്ത ഓവറിൽ ഗുർജപ്നീത് അക്സർ പട്ടേലിനെ ഓവർടൺ റിസ്വയും പുറത്താക്കുമ്പോൾ 4 വിക്കറ്റ് ഡൽഹിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പിന്നീട് ക്രീസിലുള്ളത് സ്റ്റബ്സും മില്ലറുമാണ്. സ്റ്റബ്സും മില്ലറിനും ചേസ് ചെയ്യാൻ പറ്റുന്ന സ്കോറൊക്കെ തന്നെയാണ്. ചെന്നൈയുടെ ബോളിംഗ് അങ്ങനെ വലിയ രീതിയിൽ ത്രെറ്റ് ആവാതെ തന്നെ അതിന് മുന്നേ തന്നെ അവർക്ക് ചേസ് ചെയ്യുന്ന സ്കോറേ ഉള്ളൂ. പക്ഷേ ഓവർട്ടൻ്റെ ഓവറുകൾ ജാമി ഓവർട്ടൺ ഇപ്പോൾ മുന്നേ ഫൈഫറൊക്കെ അദ്ദേഹം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു എക്കണോമിയിൽ അദ്ദേഹം പന്തെറിഞ്ഞ് വെച്ച് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ഫസ്റ്റ് ബോളിംഗ് ആയിരുന്നു. അതായത് ഓവർ ദ സ്റ്റെംസിൽ ഗുഡ് ലെങ്ത്തിനും ഫുൾ ലെങ്ത്തിനും കുറച്ച് ഇടയിലായിട്ട് ബാറ്റ്സ്മാനെ ഒട്ടും കളിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ കുറച്ച് ബൗൺസേഴ്സ് ഉണ്ട്. അത് നമ്മൾ RCBക്കെതിരെയുള്ള ആദ്യത്തെ 2 ഓവറിൽ കണ്ടതാണ്. അത് കണ്ടിന്യൂസ്ലി അദ്ദേഹം വെച്ച് പോകുമ്പോൾ അദ്ദേഹത്തിന് എതിരെ ഒന്നും ചെയ്യാനായിട്ട് ബാറ്റ്സ്മാൻമാർക്ക് പറ്റുന്നില്ല. അതായത് ജാമി ഓവർട്ടൺ എന്ന് പറയുന്ന പ്ലെയർ നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ വന്നപ്പോൾ ആദ്യം 11ൽ ഇല്ലാത്തൊരു പ്ലെയർ ആയിരുന്നു. ആദ്യം ആസ് എ ബാറ്റർ എന്ന രീതിയിൽ ഫിനിഷറാണ് അദ്ദേഹം. ഫിനിഷറായിട്ട് വേറെ ആരും ടീമിൽ ഇല്ലെങ്കിൽ പോലും ആദ്യം ലെവലിൽ ഇല്ലാത്തൊരു പ്ലെയർ ആയിരുന്നു. ഈ കാർത്തിക് ശർമ്മ, പ്രശാന്ത് വേർ 2 പേരൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 11 ആദ്യം പലരും പ്രഡിക്റ്റ് ചെയ്ത്. അന്ന് ലെവലിൽ ഇല്ലാത്തൊരു പ്ലെയറാണ് ഇന്ന് ചെന്നൈക്ക് വേണ്ടി ഏറ്റവും നന്നായി ബോൾ ചെയ്യുന്നത്. അദ്ദേഹം ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടറാണ്. ഇപ്പോൾ ഏറ്റവും നന്നായി ബോൾ ചെയ്യുന്നത് അദ്ദേഹമാണ്. പിന്നെ ചെന്നൈയുടെ ബോളിംഗ് നോക്കി കഴിഞ്ഞാൽ ബാക്കി ആരും അങ്ങനെ വലിയ ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല. നൂർ അഹമ്മദ് വളരെ മോശമായിരുന്നു. അതുപോലെ അക്കീൽ ഹുസൈൻ പവർ പ്ലേ എറിഞ്ഞു, 2 നോ ബോളൊക്കെ വന്നെങ്കിൽ പോലും കുഴപ്പമില്ലാതെ എറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ബാക്കി ആരും അങ്ങനെ വലിയ ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല. ഇപ്പോൾ ചെന്നൈയുടെ ആയാലും ഡൽഹിയുടെ ആയാലും ബോളേഴ്സ് നല്ല രീതിക്ക് റൺസ് കൺസീഡ് ചെയ്തപ്പോൾ ഓവർട്ടൺ അവിടെ 4 ഓവറിൽ 18 റൺസ് മാത്രം കൺസീഡ് ചെയ്തിട്ടാണ് 4 വിക്കറ്റ് എടുത്തേക്കുന്നത്. ചെന്നൈയുടെ ആണെങ്കിലും ഡൽഹിയുടെ ആയാലും ബോളേഴ്സ് എല്ലാവരും നല്ല രീതിക്ക് അടിമേടിച്ചൊരു കളിയിൽ ഓവർട്ടൺ 4 ഓവറിൽ 18 റൺസ് മാത്രം വഴങ്ങിയിട്ടാണ് 4 വിക്കറ്റ് എടുത്തേക്കുന്നത്. ഒരു എക്സെപ്ഷണൽ പെർഫോമൻസ് തന്നെയായിരുന്നു ഓവർട്ടൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഓവർട്ടൺ മിഡിൽ ഓവേഴ്സ് നല്ല രീതിയിൽ ടൈറ്റ് ആക്കിയപ്പോൾ ഡൽഹിയുടെ കാര്യങ്ങൾ കുറച്ച് കഷ്ടമായി. അതുപോലെ അദ്ദേഹം മില്ലറിൻ്റെ വിക്കറ്റും പിന്നീട് എടുക്കുന്നു. സ്റ്റബ്സ് ഒറ്റയ്ക്കാവുന്നു. അശുതോഷ് ശർമ്മയും 2 അടി അടിക്കുന്ന അശുതോഷ് ശർമ്മയും പുറത്താവുന്നു. പിന്നീട് സ്റ്റബ്സിനാണ് പിന്നീട് ആ ഒരു ചേസിങ്ങിൻ്റെ ഉത്തരവാദിത്തം വരുന്നത്. അവസാനത്തെ 2 ഓവറുകളിലേക്ക് കളിയെത്തുമ്പോൾ അവിടെ 30 റൺസിന് മുകളിൽ ജയിക്കാൻ വേണം. ക്രീസിൽ കുൽദീപും സ്റ്റബ്സുമാണ്. പക്ഷെ അവിടെ വീണ്ടും ഓവർടൈം വരുന്നു. അവിടെ സ്റ്റബ്സിനെ പുറത്താക്കുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഗ്ലൗസ് മാറ്റാൻ ആവശ്യപ്പെട്ടു. അത് അമ്പയർ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും സ്റ്റബ്സ് കൂടി പുറത്തായ സ്ഥിതിക്ക് ഡൽഹിയുടെ പ്രതീക്ഷകളോടെ തീരുകയാണ്. പിന്നീട് ആർക്കും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവസാനത്തെ ബോളിൽ ഡൽഹി ഓൾ ഔട്ട് ആവുന്നു. ചെന്നൈ സീസണിലെ ആദ്യത്തെ വിജയം 23 റൺസിന് സ്വന്തമാക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ നമ്മുടെ സർഫറാസ് ഖാൻ ഇറങ്ങാനുണ്ടായിരുന്നു, പ്രിവിസ് ഇറങ്ങാനുണ്ടായിരുന്നു, അതുപോലെ മാത്രം ഔട്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. 1 വിക്കറ്റ് മാത്രമേ നമുക്ക് ഫലത്തിൽ നഷ്ടമായിട്ടുള്ളൂ. ഗെയ്ക്വാദിൻ്റെ ഫോമാണ്. ഗെയ്ക്വാദ് ഒരു ടച്ചിലോട്ട് ആവുന്നില്ല. അതായത് ഗെയ്ക്വാദിന് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ബൗണ്ടറീസ് കാണാൻ പറ്റുന്നത്. അദ്ദേഹം നല്ല രീതിക്ക് ഗ്യാപ്സ് ഉണ്ടെങ്കിൽ 4 അടിച്ച് കളിക്കുന്ന പ്ലെയറാണ്. സഞ്ജുവാണ് കുറച്ചുകൂടി അഗ്രസീവായിട്ട് കളിക്കുന്ന പ്ലെയർ. പക്ഷേ ഇത് നേരെ തിരിച്ച് സഞ്ജുവിന് കുറച്ചുകൂടി 4 കണ്ടെത്തി കളിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വരികയാണ്. അതൊക്കെ ഒന്ന് ആ ഒരു ഓപ്പണിംഗ് പെയർ ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യകത നിലവിലുണ്ടെന്ന് തോന്നുന്നു. അല്ല ക്യാപ്റ്റൻസിയിലും കാര്യമായിട്ടൊരു ഇൻപുട്ടൊന്നും ഗെയ്ക്വാദിന് വന്ന് വരുന്നില്ല. കളി ജയിച്ചത് തന്നെ എങ്ങനെയോ ജയിച്ചു പോയതാണ്. അപ്പോൾ എന്തായാലും അതാണ് ഏറ്റവും വലിയ കൺസേൺ. പിന്നെ ബൗളിംഗ് ഓക്കെ ആയിട്ടില്ല. അതായത് ഫീൽഡ് ഇടുന്ന സ്ഥലത്തോട്ട് പന്തെറിയാന്നുള്ള ബേസിക് ആയിട്ടൊരു സംഭവം പോലും ഇന്ന് ചെന്നൈ ബോളർമാർ പലരും ചെയ്തിട്ടില്ല. അതിൽ കലീലാണ് ടീമിൻ്റെ ഒരു ടീമിൻ്റെ ഒരു പവർ പ്ലേ ബോളർ എന്നൊക്കെ പറയുന്നത് കലീലാണ്. പക്ഷേ കലീൽ പോലും വളരെ മോശം പെർഫോമൻസ് ആണ്. അതുപോലെ നൂർ അഹമ്മദ് മോശം പെർഫോമൻസ് ആണ്. നൂർ അഹമ്മദ് ഒരു മെയിൻ സ്പിന്നറാണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും അപ് ടു ദ ലെവലല്ല. അപ്പോൾ എന്തായാലും ടീം ജയിച്ചു, അത് ശരി തന്നെ. പക്ഷേ എന്നാൽ പോലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും എന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത മത്സരത്തിന് വീഡിയോ ആയിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മളെ
ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോസും ഷോർട്സൊക്കെ കാണാം. അപ്പോൾ എന്തായാലും താങ്ക് യു.